നാർസിസിസ്റ്റുകൾ മാറുമോ എന്നുള്ള ചോദ്യമാണ് സ്ഥിരമായിട്ട് എൻ്റെ ഇൻബോക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. നാർസിസിസ്റ്റ് മാറുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാ നാർസിസിസ്റ്റുകളെയും ഒരേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരേ പാരമീറ്ററിൽ ഒരിക്കലും അളക്കാൻ പറ്റില്ല. നാർസിസിസ്റ്റുകൾ മാറേണ്ട സിറ്റുവേഷൻ വരുന്നത് അവരുടെ നിലനിൽപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തെറപ്പിയിലൂടെ, വിച്ച് ഇസ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പിയിലൂടെ അവർ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണർ അത്രമാത്രം സ്ട്രോങ് ആയിട്ട് നിന്നാലേ നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് അവരിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഒരിക്കലും ഒരാളെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതിന് പകരം ഇറ്റ്സ് ഓൾവേസ് ബിൻ ക്ലസ്റ്റർ ബി ട്രേറ്റ്സ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ. അപ്പോൾ ആ കോമ്പിനേഷൻ അനുസരിച്ച് അവരുടെ പാസ്റ്റ് പെരുമാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് നാർസിസിസ്റ്റിക് ലേബൽ ഒരു പ്രൊഫഷണൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൊടുക്കില്ല. അത് കുറേ ക്ലിനിക്കൽ ഇൻ്റർവ്യൂയിങ് വഴി, സ്പൗസിനോട് സംസാരിച്ച്, ഓഫീസിലുള്ള ആൾക്കാരോട് പോലും ചിലപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. എന്നിട്ടാണ് നമ്മൾ ആ ഒരു അനാലിസിസിലേക്ക് എത്തുന്നത്. അപ്പോൾ it depends upon the intensity, the type of narcissistic behavior, the extent, the other type of personality behaviors that are associated. ഏതൊക്കെ പേഴ്സണാലിറ്റി മറ്റുള്ള ഘടകങ്ങളുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ മോട്ടീവ് എന്താണ്, സാഹചര്യം എന്താണ്, അവിടെ എവിടെ നിന്നാണ് അവർ വരുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ ചേഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ. തെറപ്പി കൊണ്ട് റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളത്, റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പലരും ഭർത്താവിനെ ശരിയാക്കി എങ്ങനെയെങ്കിലും ഭർത്താവിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടാക്കി ആ കുട്ടിയിലൂടെ ഭർത്താവ് മാറും. പക്ഷേ സെഷൻ്റെ ഇടയിൽ തെറപ്പിസ്റ്റിനോട് വരെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരെന്ന് പറയുന്നത് സബ്മിസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. അവരുടെ ആ സബ്മിസീവ്നെസ് കൊണ്ടാണ് ആ നാർസിസിസ്റ്റിന് വളരാൻ ഒരു വളം പോലെയാണ് അവരുടെ ആ ബിഹേവിയർ. അടിച്ചാലും കുഴപ്പമില്ല, തൊഴിച്ചാലും കുഴപ്പമില്ല, ഞാൻ എന്നും ഏട്ടൻ്റെ കാലിൻ്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ നീ എത്ര റിലേഷൻഷിപ്പിന് പോയാലും സാരില്ല, എനിക്ക് നീ മാത്രം മതി എന്ന് പറയുന്ന ഭർത്താക്കന്മാരും. ഇതൊക്കെ കൊണ്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയുക, നാർസിസിസ്റ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്. നാർസിസിസ്റ്റ് മാറോ ഇല്ലയോ എന്നുള്ളതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ മാറണം, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിൽക്കണോ, ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാനാണെങ്കിൽ എന്തൊക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് നിങ്ങൾ നിങ്ങളുടെ തെറപ്പിസ്റ്റിൻ്റെ കൂടെ ചെയ്യണം എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. ഉപദേശിക്കാൻ പറ്റും. പക്ഷേ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ആ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഭർത്താവിന് അടിമപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുക, ഭാര്യയ്ക്ക് അടിമപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നൊന്നും അല്ല പറയുന്നത്. സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് പേഴ്സണാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ട് ആ പേഴ്സണാലിറ്റിയിലൂടെ രക്ഷപ്പെടുക. തെറപ്പിയും മോട്ടിവേഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓരോ വ്യക്തികളും ഓരോ നാർസിസിസ്റ്റും വ്യത്യാസമായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്.